ഹായ് ഫ്രാൻസ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനു മുമ്പ് 18 വയസ്സിന് മേലെയുള്ളവർ വാണിംഗ് ഒക്കെ നോക്കിക്കോളുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്ന ഡെമോ അക്കൗണ്ടിലായിരിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഞങ്ങൾ മായാവി ട്രേഡിംഗ് സിഗ്നൽസ് ആയാലും ശരി, എവിടെ നിന്നായാലും ശരി, എന്തായാലും ശരി, സ്വന്തമായിട്ടുള്ളൊരു നോളജ് വേണം. അത് നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള വീഡിയോസ്, കാര്യങ്ങളൊക്കെ, ക്ലാസ്സുകൾ ഒക്കെ ഞാൻ മായാവി യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ₹1 പോലും കൊടുക്കണ്ട. പുറത്ത് 1 ലക്ഷം, 2 ലക്ഷം, 70,000, 60,000, 5,000, 10,000 ഒക്കെ കൊടുത്ത് നിങ്ങൾ കോഴ്സിൽ ചേരുന്ന ആ ഒരു വീഡിയോസൊക്കെ അല്ലെങ്കിൽ ആ ഒരു കോഴ്സൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജികൾ കംപ്ലീറ്റ് ഞാൻ യൂട്യൂബിൽ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത്. താല്പര്യമുള്ളവർ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും ദിവസം വേറൊരു അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മെയിൻ അക്കൗണ്ടല്ല, സബ്ബായിട്ടുള്ളൊരു അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തത്. വളരെ കുറഞ്ഞ ഒരു 12,000 രൂപ കൊണ്ട് ഏകദേശം 99,000 രൂപേൻ്റെ അടുത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം അത് മുഴുവൻ ഞാൻ വിഡ്രോ ചെയ്തു. ഓക്കെ, വിഡ്രോ ചെയ്തു. ഇത് പുതിയൊരു ചാനലല്ല, ഇത് വിഡ്രോ ചെയ്തപ്പോൾ ഒരു 843 രൂപ, 843 ചില്ലാനം രൂപ ഇതിൽ ബാലൻസ് വന്നായിരുന്നു. മുഴുവൻ എനിക്ക് 0 ആക്കി വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത്രയും കുറഞ്ഞ് 843 രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. സോ ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൾക്കുള്ള വീഡിയോ ആണിത്. ഓക്കെ, ബിഗിനേഴ്സുകൾക്കുള്ളതാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നിർബന്ധമായിട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് വരുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ സ്ട്രാറ്റജി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾക്ക് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത്, എന്തും ആയിക്കോട്ടെ, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമുക്കതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. നമുക്കതിൽ നമ്മൾ മാസ്റ്ററാവും, അല്ലേ? അങ്ങനെയല്ലേ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാധാരണ കാര്യം, മീൻ വെട്ടുന്ന കാര്യം തന്നെ വെക്കാം. മീൻ വെട്ടുന്നതും മീൻ വെട്ടുന്ന ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? അയാൾ ഡെയിലി വെട്ടി അയാൾക്ക്, അല്ലെങ്കിൽ ഇറച്ചി വെട്ടുന്ന ആൾ വെട്ടി അയാൾക്ക് നല്ല പ്രാക്ടീസ് ആയിരിക്കും. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു മീൻ ചിലപ്പോൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ അത് പതുക്കെ അതാണ്. അപ്പോൾ മനസ്സിലായോ? പ്രാക്ടീസാണ് വേണ്ടത്. പക്ഷേ രണ്ടുപേർക്കും അറിയാം മീൻ വെട്ടുന്നത് അറിയാം, അല്ലേ? 2 പേർക്കും അറിയാം അതെന്താ ചെയ്യേണ്ടതെന്നറിയാം. പക്ഷേ ഒരാൾ പെട്ടെന്ന് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു, ഒരാൾ വളരെ സമയമെടുത്ത് ചെയ്യുന്നു, ചിലപ്പോൾ അത് ക്ലിയർ ആവില്ല. അപ്പോൾ ഇതാണ് പ്രാക്ടീസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഇപ്പോൾ മായാവി ട്രേഡിംഗിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, ഏതായാലും സ്ട്രാറ്റജി നന്നായിട്ട്, ഏത് സ്ട്രാറ്റജി ആയാലും ഏത് സ്ട്രാറ്റജി ആയാലും അത് പ്രോഫിറ്റും തരും, ലോസും തരും. അപ്പോൾ ലോസിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോസിനെ ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ലോസിനെ കുറച്ച് പ്രോഫിറ്റ് കൂട്ടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്കെ, അത് വിട്. ഞാനതിൽ വേറെ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് 843 രൂപയാണ്. ഞാനിവിടെ ഒരു എക്സൽ അടിച്ചു വെച്ചിട്ടുണ്ട്. 843 രൂപയായിരുന്നു എൻ്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ട്രേഡ് 1, 2, 3, 4 ട്രേഡ് എടുത്തു. അപ്പോൾ 1, 2, 3, 4 ട്രേഡ് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? 4 ട്രേഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് ഞാൻ എടുത്തത് 800 രൂപയ്ക്കാണ്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്കത് 640 എനിക്ക് പ്രോഫിറ്റ് കിട്ടി. രണ്ടാമത്തെ ട്രേഡ് എടുത്തു, 800 രൂപയ്ക്ക് എടുത്തു, അത് പ്രോഫിറ്റ് കിട്ടി. മൂന്നാമത്തെ ട്രേഡ് 2000 രൂപയ്ക്കാണ് എടുത്തത്.
ഓക്കെ. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 മിനിറ്റും 51 സെക്കൻഡുമാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇത്രയും വലിയ എമൗണ്ട് ഇടുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ എന്ത് ചെയ്തു, ടൈം കൂട്ടി വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? 1 മിനിറ്റ് അല്ല, 1 മിനിറ്റ് 50 സെക്കൻഡ് ബാക്കി ഞാൻ വെച്ചു. എന്നിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഇനിയുള്ളത് ലാസ്റ്റ് ട്രേഡ് 500 രൂപയ്ക്ക് എടുത്തു. ഓക്കെ. അപ്പോൾ ഇന്ന് വെറും 843 രൂപയിൽ നിന്ന് 4326 രൂപയായിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3483 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കത് പിയാനോ നോക്കുന്ന എവിടെയാണ്? ഈ സാധനം ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ. ഈ ഒരു 3 ഡോട്ട് കണ്ടോ അവിടെ, മോർ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് പോടാ, ടോപ്പ് എന്ന് പറയുന്നിടത്ത് കൊണ്ടുപോവുക. ഇതാണ് ഈ ഒരു ID നമ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഇതാണ് $37 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയും കൊണ്ട്? വെറും 843 രൂപ കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഓർക്കും, എന്തിനാ ഈ വലിയ ക്യാപിറ്റൽ ഇട്ടെന്ന് പറയുന്നത്? എന്നാൽ പിന്നെ ഇതേപോലെ 1000 രൂപ ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ കുറഞ്ഞ പൈസ ഇട്ടാൽ മതിയല്ലോ. ഇപ്പോൾ 800 രൂപ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിളിന് മേലെ വന്നു. മനസ്സിലാവുന്നില്ലേ? എത്രയോ മടങ്ങ് എത്തി ഇപ്പം നമ്മളിവിടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് അത്രയും പൈസ ഇട്ടാൽ പോരെ, എന്തിനാ ഈ വലിയ പൈസ ഇടുന്നത്? അത് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഇത് നിങ്ങൾ കുറയ്ക്കുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ എക്സ്പീരിയൻസ് ആവുമ്പോഴാണ്. ക്യാപിറ്റൽ എപ്പോഴും കുറച്ച് കൂടുതൽ വേണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇടയിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള പൈസ നിങ്ങളുടെ അടുത്ത് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. റിക്കവർ ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോസിനെ റിക്കവർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോസ് എന്ന് പറയുന്നത് ഭയങ്കര സൗണ്ടാണ് പുറത്ത്, റിക്കവർ ചെയ്യുന്ന പൈസ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഉണ്ടാകും. ആ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പ്രാക്ടീസായി നല്ല ഇതാക്കി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ വളരെ ഒരു 800 ഉണ്ട്. രാവിലെ ഒരു 800 രൂപ ഇടുക, ഒരു 2000-3000 രൂപ, അല്ലെങ്കിൽ 3483 രൂപയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. അത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ 3000 എന്നുള്ളത് വേണമെങ്കിൽ 30,000 രൂപയിൽ നിന്ന് ഉണ്ടാക്കാം. വെറും 843 രൂപ. അതൊക്കെ നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളും കൊണ്ട് മാത്രമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നമ്മൾ ഒന്നും കൂടെ കാണിക്കാം. ഓക്കെ. ടോപ്പിൽ പോവുക, ഇവിടെ പോവുക, ഇത് കണ്ടോ? ഓക്കെ.